ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഈ കപ്പഡോസിയക്കാരുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്രി മേക്കിംഗ് ആണ്. പോട്രി മേക്കിങ്ങും അതുപോലെ തന്നെ കാർപ്പറ്റ് മേക്കിങ്ങും ആണ്. അതൊക്കെ നമുക്ക് വഴിയിലുടനീളം കാണാൻ സാധിക്കും. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഈ രാജ്യത്തിന് കേട്ടോ, ഈ കപ്പഡോസിയ റീജിയണിന്. ഇവിടെ ഒരുപാട് സിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്ത്രീകൾക്കും നമ്മുടെ കാർപ്പറ്റ് മേക്കിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതൊരു റൂളാണ്. അതുപോലെ ആണുങ്ങൾക്ക് പോട്രി മേക്കിംഗ് ഇതറിഞ്ഞാൽ ഇവർക്ക് പരസ്പരം കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാർപ്പറ്റ് മേക്കിങ്ങിൽ ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുന്ന സ്ത്രീ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം അവർ കാർപ്പറ്റിൽ ചെയ്തു വയ്ക്കും. അതൊരു കാർപ്പറ്റ് എക്സ്പേർട്ടിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും കാർപ്പറ്റ് എക്സ്പേർട്സാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളുണ്ടാക്കിയ കാർപ്പറ്റിൻ്റെ ആ ഒരു ഘടന എന്താണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കപ്പഡോസിയയിലെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, തണുപ്പാണെങ്കിൽ മൈനസ് പോകും. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് -2 ഡിഗ്രി സെൽഷ്യസാണ്. ഞങ്ങൾ പിന്നെ ഇപ്പോൾ വണ്ടിയുടെ അകത്തായതുകൊണ്ട് ഹീറ്ററുണ്ട്, അപ്പോൾ അധികം തണുപ്പ് അങ്ങോട്ട് ഏൽക്കുന്നില്ല. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു തണുത്ത കാറ്റടിക്കുമ്പോൾ നല്ല ഫ്രീസ് ആവും. This is my 4th month. Before that, I work in the carpet factory because we have 2 important jobs in Cappadocia. One is the carpet, the other one is the pottery. But nowadays, this part is Uçhisar became a luxury part of the Cappadocia. All hotels and restaurants are very expensive for these sites. But my father's house is in the other side. The different stones, we bring them here rough. So our masters work on them, cutting, shaping, polishing, and then use it in gold and silver. I mean, here's not only a showroom, first of all, we call it art center. Second stone, blue one, Firuza is the local name. Actual name is turquoise. Pieces directly used in the jewelry. Because of the white light. Okay, look at this one. ഇത് കളർ ചേഞ്ച് ആകുന്ന സ്റ്റോൺസ് ഉണ്ടോ? Focus, focus. Loudly. Loudly, loudly. Focus, focus. Focus, focus. അടിപൊളി കളർ ചേഞ്ച് ആയതുണ്ട്. ഗ്രീൻ ആയല്ലേ, വേറൊരു തരം ഒരു ടെർക്കോയിസ് ഗ്രീൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ബ്രൗൺ ആയി, ഇത് വൈറ്റ് ഷെയ്ഡ് ആയപ്പോൾ ബ്രൗൺ ആയി, ഇത് ഗ്രീൻ കളറായി, ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും കേട്ടോ കളറ്. What is that called? Sultanite. ഇതാണ് സുൽത്താനൈറ്റ്. അപ്പം നമ്മൾ വിശന്ന് കുരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ച് ബുഫേ ആണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബുഫേ എടുത്ത് ഫുഡൊക്കെ എടുത്ത് നൈസായിട്ട് വന്നിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് കേട്ടോ നമ്മൾ വിസിറ്റ് ചെയ്തേക്കുന്നത്. 1838, 17th centuries. So today Buckingham Palace, White House, Versailles, and some big government places, some big cathedrals have carpet from our family. So we have 168 workshops in all over Turkey at the moment. But this is the business, is as you simply understand, it's going to be done. ഈ പുള്ളിക്കാരുണ്ടല്ലോ, ആ വെച്ചേക്കുന്ന പടമില്ലേ, അത് നോക്കിയിട്ടാണ് ഇത് വ്യൂ ചെയ്യുന്ന ഈ സാധനം, ഈ കാർപ്പറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു നോട്ട് കണ്ടില്ലേ, അവരുടെ ഡബിൾ നോട്ട് എന്ന് പുള്ളി പറഞ്ഞിട്ട്, ഈ ഡബിൾ നോട്ട് ഇട്ടാണ് ഇവർ ഈ ടർക്കിയിൽ ഈ സംഭവം ചെയ്യുന്നത്. This is the knots, double knots, okay? And then to make the carpet surface in same level, you need to shave it. എന്നിട്ട് അവരത് കട്ട് ചെയ്യും കേട്ടോ. ഇതുണ്ടല്ലേ, അത് ഒരേ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. That's it. That's how handmade.
carpets are. When it's finished, this carpet will be 5 feet wider, 7 feet longer. Just sit wherever you like and make yourself comfortable. Bir tane çay lütfen. Bir de su. ഇവരുടെ ഒരു ഷോ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാർപ്പറ്റ് കംപ്ലീറ്റ് കാർപ്പറ്റ് നമ്മൾ കാണിക്കുമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. Neck width. Something like that size, 4 by 6, about 2.5 kilo. ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മൾ ടൂറിസ്റ്റിന് ഈ സാധനം ഒരു ഈസി ആയിട്ട് പാക്ക് ചെയ്ത് നമുക്ക് നാട്ടിലെത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതി അവർ കാണിക്കുന്നത്. എങ്ങനെ ഫോൾഡ് ചെയ്ത് ചെറിയൊരു ബാഗേജ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് അവർ കാണിക്കുന്നത് കേട്ടോ. They all come with zipper back and hand luggages too. And then people are carrying with themselves. I just wanted to be clear. Different examples I'd like to show you at the beginning. Some specific ones. Açalım. Bir tane kırmızı getirelim. Design the different angle, right? When you look at the carpet from different angles, you will always see different colors. See, it's getting darker. Bir tane daha lütfen. Şöyle devam edin. Devam et. Şimdi onu bir tutalım size Rahmet. ഇത് കൊള്ളാത്ത സാധനം. ഇതിൻ്റെ അത് ടേൺ ചെയ്യുമ്പോഴില്ലേ അത് നമുക്ക് 2-3 കളേഴ്സായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. One of the oldest design which we have in this collection, about 10,000 years old design in this. And different time of the year, it's like a 4th season, but the main idea, tree of life and birds of the paradise. നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കരുതുന്ന ഒരു കാർപ്പറ്റിനെ പറ്റിയാണ് ഇയാൾ പറയുന്നത് കേട്ടോ. ഇത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഈ ഒരു ഡിസൈനിൽ. പുള്ളിക്കാരൻ ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് തീരുന്നില്ല. It's like immortality, by the way. Being changed depends the number of months. താങ്ക് യു ബൈ. ഇവിടെ ടർക്കിയിൽ എവിടെ പോയാലും ഇവർ സെർവ് ചെയ്യുന്നൊരു സാധനമുണ്ട്, ആപ്പിൾ ടീ. എവിടെ പോയാലും നിങ്ങൾക്ക് ആപ്പിൾ ടീ കിട്ടും. ഈ ഒരു കാർപ്പറ്റ് കണ്ട ഒരു സ്ത്രീ, ഒരു പെണ്ണ് 3 വർഷം കൊണ്ട് ചെയ്തെടുത്ത കാർപ്പറ്റാണ് ഈ കാണാം. ഒരാൾ 3 വർഷം കൊണ്ട് ചെയ്തെടുത്ത കാർപ്പറ്റാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, $200,000 അതിൻ്റെ വില. $200,000 കാർപ്പറ്റാണ് ഈ കാണുന്നത്. എൻ്റെ ബാക്കിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റുമെന്ന് പറയണം. അല്ലേ, ഡബിൾ നോട്ട്സ് ഇട്ട് ചെയ്തതാണ്. കുതിരയുടെ ഒക്കെ പെർഫെക്ഷൻ കണ്ട. ഇതാണ്ട അവർ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണേടാ, ആ കുതിരയുടെ. ഷേറ്റ് മേൻ ഉണ്ടല്ലേ. അങ്ങനെ നേരം സന്ധ്യയായി ഗൈസ്. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല നേരം സന്ധ്യയെന്ന്. ടർക്കിഷ് പിസ്സ എന്ത് പിസ്സ? ഓട്ടോമാൻ പിസ്സ കേട്ടോ. ഭയങ്കര സ്പൈസിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അത്രയും സ്പൈസിനെസ് വേണ്ട, ലൈറ്റ് സ്പൈസി മതി എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്യിപ്പിച്ച ഓട്ടോമാൻ പിസ്സ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ ഡിന്നറെല്ലാം കഴിച്ച് നല്ലൊരു അടിപൊളി ഒട്ടോമാൻ പിസ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിത് സൂനിയേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്ട രാത്രി. അതേത് കൊള്ളല്ലോ.
നൈസ്. ഇവിടെ കൊടും തണുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു ടർക്കിക്കാർ അകത്തും പുറത്തും. ഇവിടെ സ്മോക്കിംഗ് ഏരിയ ഒന്നുമില്ല, കംപ്ലീറ്റ് എല്ലാ ഏരിയ സ്മോക്കിംഗ് ഏരിയ ആണ്. ഓഫീസുകളുടെ അകത്ത് വരെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നവർ, ഷോപ്സിൻ്റെ അകത്ത് എല്ലായിടത്തും, അകത്തും പുറത്തും അങ്ങനെ ഒരു നോട്ടമൊന്നുമില്ല ഇവർക്ക് കേട്ടോ. എവിടെ വേണമെങ്കിലും സിഗരറ്റ് വലിക്കും. ഒരു അനറ്റോളിയൻ ലയൺ കിടപ്പുണ്ട് അവിടെ. വെള്ളം മേടിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ വെളുപ്പിന് 6:15 അങ്ങനെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഹോട്ട് എയർ ബലൂണിൽ കയറുക എന്നത്. എന്നേലും കൂടുതൽ ആഗ്രഹം വൈഫിനായിരുന്നു. പക്ഷേ അവൾക്ക് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, കാരണം പുള്ളിക്കാരി ക്യാരിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് വൈഫിനെയും കുട്ടീനെയും കയറ്റാതെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു. Listen up, please. Listen up. Listen up. At the time of the landing, we need to take our landing position. When I say landing position, take your landing position immediately. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങിയിട്ട് അതേ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. നൈസായിട്ട് അതേ പൊങ്ങാൻ പോവാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയിട്ട് പുള്ളി ബ്രീഫ് ചെയ്ത് അങ്ങനെയാണ്. കുറച്ച് ദൂരം സ്ട്രെയിറ്റ്, ഇതിപ്പോൾ ഹൈറ്റിൽ പോകാൻ പറ്റാത്ത സ്ഥലമാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോകും. മുടിഞ്ഞ തണുപ്പുണ്ട് ഇവിടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഈ തീ വരുമ്പോൾ നമുക്ക് ഒരിത്തിരി സമാധാനമുണ്ട്. ചുറ്റുമുള്ളതൊക്കെ ചിലതൊക്കെ നല്ല ഹൈറ്റിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. സൈസ് എല്ലാം ഒരേ സൈസ് തന്നെയാണ്. Good morning, Cappadocia! you